നിനക്ക് ന്യായം ലഭിക്കാൻ അവരുടെ വീട് തേടി യേശു പോകും. അതെ, നിനക്ക് വേണ്ടി യേശു അവരുടെ വീട്ടിൽ പോകും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രേസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. അതേ, അന്യായമായി കവരപ്പെട്ട നിങ്ങളുടെ സന്തോഷങ്ങളെ സന്തോഷമനുഭവിക്കുന്നതിന് കാരണമായി തീരേണ്ട നന്മകളെ, സ്ഥാനമാനങ്ങളെ, ആത്മീക ഭൗതിക അനുഗ്രഹങ്ങളെ കുറിച്ചോർത്ത് ഭാരത്തോടെ ആയിരിക്കുന്ന നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് പറഞ്ഞത് നിങ്ങളോട് ഞാൻ അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അറിയിച്ചു. ആ പ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യം നിങ്ങളുമായി പങ്കുവച്ച് അല്പം ഈ വിഷയത്തിൽ നിന്ന് ധ്യാനിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെട്ടായിരിക്കുന്നു. അപ്പോൾ റെഡിയല്ലേ? പ്രാർത്ഥിച്ച് തിരികെ പ്രാപിക്കുവാൻ. അതെ, എങ്ങനെ പാസ്റ്റർ? ചോദ്യം അതാണ്. അവരുടെയൊക്കെ കയ്യിൽ കിട്ടിയാൽ ആനവായിൽപ്പെട്ട അമ്പഴഞ്ഞ പോലെ തിരികെ കിട്ടുന്നത് പാട. പക്ഷേ അവരുടെ വീട് തേടി, നിനക്കൊരിക്കലും പ്രവേശനം ലഭിക്കാത്ത അവരുടെ വീട് തേടി യേശു പോകും. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, ശഖായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ശഖായിയെ, വേഗം ഇറങ്ങി വാ. ഒരു വലിയ കൂട്ടം കർത്താവായ യേശു ക്രിസ്തുവിനൊപ്പം ഉള്ളപ്പോൾ വ്യത്യസ്തനായി ഒരു അത്തിവൃക്ഷത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു. അവനെയും ഈ വലിയ കൂട്ടത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകം എന്തെന്ന് ചോദിച്ചാൽ, വലിയ കൂട്ടം കവരപ്പെട്ടവരുടെ കൂട്ടവും ഇവൻ ഒറ്റയ്ക്ക് മരത്തിൻ്റെ മണ്ടയിൽ കയറിയിരുന്നവൻ കവരുന്നവനും. അവിധത്തിൽ ചിലരുടെ സ്ഥാനം വളരെ ഉയരെയാണ്. നിനക്കറിയാം അവർ എவ்விധത്തിലൊക്കെയാണ് നിന്നിൽ നിന്ന് കവർന്നെടുത്തത്. അറിയാതെയും കവർന്നെടുത്തു. ആമേൻ. പക്ഷേ കവർന്നവനെ നിനക്കറിയാം. പക്ഷേ നിനക്ക് ചെന്നെത്തുവാൻ കഴിയാത്ത, വാക്കുകൊണ്ട് പോലും തൊടുവാൻ കഴിയാത്ത ഉയരങ്ങളിലായിരിക്കുന്നു. അവിധത്തിൽ ഉയരത്തിലായിരുന്ന സക്കായിയെ യേശു വിളിച്ച് താഴെ ഇറക്കി ഈ ആൾക്കൂട്ടത്തിന് മധ്യത്തിലേക്ക്. ഇന്നലകളിൽ നിന്നിൽ നിന്ന് പലതും കവർന്നെടുത്ത്, ചതിവായി കവർന്നെടുത്ത് നിനക്കർഹതപ്പെട്ടത്, സഹോദര, നിനക്കർഹതപ്പെട്ട നിൻ്റെ ഷെയർ, നിൻ്റെ കുടുംബത്തിലെ ഷെയർ, അത് കവർന്നെടുത്ത്, സഹോദരി, നിനക്കർഹതപ്പെട്ട നിൻ്റെ മാതാപിതാക്കൾ അധ്വാനിച്ചത്, നിൻ്റെ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി അവർ മാറ്റിവെച്ചത് കവർന്നെടുത്ത്, കൊതിയും നുണയും പറഞ്ഞ് കൂടി കഷ്ടത്തെക്കുറിച്ച് വർണ്ണിച്ച് നിന്നിൽ നിന്ന് എന്തൊക്കെ പറഞ്ഞ ഉള്ളതൊക്കെ കാതിൽ കഴുത്തി കിടന്നതൊക്കെ നുള്ളിപ്പറക്കിക്കൊണ്ട് പോയതെന്ന് ഇപ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും വയ്യ. അതെ, അവരിപ്പോൾ മാറിപ്പോയി, ആളൊക്കെ മാറിപ്പോയി. അവർ കയറിയിരിക്കുന്ന ആ കുമ്പത്ത് നിന്ന് നിനക്ക് ചെന്ന്, അത് തന്നെ നിൻ്റെ വാക്ക് പോലും അവിടെ എത്തുന്നില്ല. ഫോൺ എടുക്കുന്നില്ല, വിളിച്ചാൽ വീട്ടിൽ പോയിട്ട് കാര്യമില്ല, എങ്കിൽ വേറെ കേസാവും അല്ലേ? കൊടുത്തത് നീയാ. ഇപ്പോൾ നീ തന്നെ പണി കിട്ടുന്ന അവസ്ഥയിൽ നിൽക്കുക. നിനക്ക് വേണ്ടി എൻ്റെ യേശു അവരെ വിളിച്ച് താഴെ ഇറക്കും. ഉഷബറിധലമാഷേഖേനെ, നിൻ്റെ നന്മകൾ, നിൻ്റെ അവകാശങ്ങൾ, നിൻ്റെ ഓഹരികൾ കവർന്ന് ഉയരത്തിലിരിക്കുന്ന അധികാരമുള്ള, പേരുള്ള, പെരുമയുള്ള അവരെ എൻ്റെ ദൈവം ആ സ്ഥാനത്ത് നിന്ന് വലിച്ച് താഴെ ഇറക്കും. ചിലരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക സഹോദര. ആ തൊഴിലിടത്തിൽ, ആ സ്ഥാപനത്തിൽ നിനക്കർഹതപ്പെട്ട സ്ഥാനത്തെ കവർന്നവർ, അവരുടെ ഉന്നത സ്ഥാനമാണ്, സ്വാധീനമാണ് കവരുവാൻ അവർക്ക് ശക്തി പകർന്നത്. ഇന്ന് ഈ പകലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ ദൂത് നിന്നോട് ഞാൻ പറയട്ടെ. അവരുടെ ആ സ്ഥാനത്തെ എൻ്റെ കർത്താവ് നഷ്ടപ്പെടുത്തുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഇനിയും കവരുവാൻ, ഇനിയും അധികാരത്തോടെ കവർന്നെടുക്കുവാൻ തക്കവണ്ണം ആ സ്ഥാനം അവർക്ക് കാണത്തില്ല. നിൻ്റെ തലമുറകൾക്ക് വിരോധമായി നിൽക്കുവാൻ തക്കവണ്ണം അവരെ പ്രാപ്തരാക്കിയ ചില സ്ഥാനങ്ങളുണ്ട്, ചില പേരുകളുണ്ട്. ചിലരങ്ങ് മറഞ്ഞിരിക്കുക. കവർന്നെടുത്തിട്ട് അവരങ്ങ് മറഞ്ഞിരിക്കുക. എങ്ങനെയാണ് കവർന്നെടുത്തത് നോക്കൂ. 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: സക്കായിയെ, നീ കർത്താവിനോട്, കർത്താവേ, സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ
4 മടങ്ങ്. ചതിവായി മീൻസ് ഇവൻ പാത്തിരുന്നത് ചതിവായി വാങ്ങിയിട്ടാ, ചതിവായി കവർന്നെടുത്തിട്ടാ, ചതിച്ചിട്ട് പതുങ്ങിയിരിക്കുന്ന ചിലതിനൊക്കെ എൻ്റെ യേശു അവർ ഇരിക്കുന്നിടത്തു നിന്ന് വലിച്ച് താഴെ ഇറക്കുവാൻ പോകും. യേശുവിൻ നാമത്തിൽ. സഹോദരി, നിന്നെ ചതിച്ചിട്ട് നിൻ്റെ കുടുംബജീവിതത്തെ പ്രതിസന്ധിയിലാക്കിയിട്ട് പാത്തിരിക്കുന്ന ചിലതിനൊക്കെ യേശു വലിച്ച് താഴെ ഇറക്കുവാൻ പോകുക. ഷബ റീതലമ ഷെഖിനെ, മാതാവേ പിതാവേ, നിങ്ങളുടെ നീക്കിയിരിപ്പുകളെ പലതും പറഞ്ഞ് കൈക്കലാക്കി നിങ്ങളെ ചതിച്ച് വഞ്ചിച്ച ചിലരെ, നിന്നെ ഇന്ന് ആത്മഹത്യയുടെ മുൻപിലാക്കിയ ചിലതിനൊക്കെ മറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എൻ്റെ യേശു വലിച്ച് താഴത്തിറക്കുവാൻ പോയി. ഓ ഷാബ റിദലമ ഷെഖിനെ, മക്കളെ, നിങ്ങളെ ചതിച്ച, നിങ്ങളുടെ വിശ്വസ്തതയെ ചതിച്ച, അതാ വലിയ സങ്കടം അല്ലേ മക്കളെ? സ്തോത്രം. എടാ, അവരൊക്കെ ആ ഒളിച്ചിരിക്കുന്നിടത്ത് നിന്ന് കർത്താവ് വലിച്ച് താഴെ ഇറക്കുവാൻ പോവുക. നീ രക്ഷപ്പെടാനുള്ള പ്രതീക്ഷയോടെ അവിടെ നിന്ന് വാങ്ങിച്ചതെല്ലാം കൊണ്ടു കൊടുത്തേ, നിന്നെ ചതിച്ചു. ചതിക്കപ്പെട്ടായിരിക്കുന്ന നിന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പറയട്ടെ, മറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എൻ്റെ യേശു അവരെ വലിച്ചു താഴെ ഇടുവാൻ പോകുക. ഷബ റീദാലമ ഷെഖനെ, നിൻ്റെ ആ പണം നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ രാജ്യത്തേക്ക് കടന്നു പോകുവാൻ വേണ്ടി നീ കൊടുത്ത ആ പണം നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. റാഥാലമ ഷെഖനെ ചതിവായി കൈവശമാക്കി. ആമേൻ. കൂടെ നടന്ന്, അതാ ഈ ചതിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ നടന്നിട്ടാ. അങ്ങനെയല്ലേ സഹോദരി? നിൻ്റെ കുടുംബജീവിതത്തെ തകർത്ത് നിൻ്റെ ഭർത്താവിനെ കൈവശമാക്കിയ കൂടെ നടന്നിട്ട്, അതെ, എന്നിട്ടിപ്പം പാത്തിരിക്കുക. അവിടെ നിന്ന് കർത്താവ് വലിച്ചു താഴെ ഇടുവാൻ പോകുക. ഷബ റീദലമ ഷെഖനെ, ചിലരുടെ സ്ഥാനങ്ങൾ കവരുവാൻ അവരെ പ്രാപ്തരാക്കിയ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുവാൻ പോവുക. ഓ ഷബ റീദമ ഷെഖനെ, യേശുവിൻ നാമത്തിൽ. സഹോദരൻ, നിൻ്റെ ഭാര്യ നിൻ്റേതല്ലതായി തീരുവാൻ, അവൾ കവരപ്പെടുവാൻ കൂടെ നിന്ന് ചതിച്ച ചിലരെ എൻ്റെ കർത്താവ് വലിച്ച് താഴത്തിടുവാൻ പോകും. യെസ്, കൂടെ നിന്ന് ചതിച്ച, നിൻ്റെ തൊഴിലിടത്തിൽ നിൻ്റെ തൊഴിൽ നഷ്ടപ്പെടുവാൻ തക്കവണ്ണം കൂടെ നിന്ന് ചതിച്ച, നിന്നെ കടക്കാരനാക്കി മാറ്റുവാൻ, നിൻ്റെ വസ്തുവും വീടും നഷ്ടപ്പെടുവാൻ തക്ക വിധത്തിൽ നിന്നെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ച ചതിയ, അവരെ കർത്താവ് ആ മറഞ്ഞിരിക്കുന്നിടത്തുനിന്ന് വലിച്ച് താഴത്തിടുവാൻ പോകും. ഓ റീദലമ ഷെഖിനെ, കൂടെ നിന്ന്, സ്തോത്രം, കൂടെ നിന്ന് ചതിച്ച് ഇന്ന് മറഞ്ഞിരിക്കുന്ന ചിലതിനൊക്കെ എത്ര പേർക്ക് ഈ ദൂത് ഏറ്റെടുക്കുവാൻ കഴിയും? അവൻ നിന്നോട് കൂടെ നിന്ന് പലതും പറഞ്ഞ് കൊണ്ട് ചാടിച്ചു. അത് തന്നെ, സ്തോത്രം, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൊണ്ട് ചാടിച്ചു, കൊണ്ട് പെടുത്തി അവരെയൊക്കെ കർത്താവ് വലിച്ചിറക്കുവാൻ പോകുക. എന്തിനാ? വരുന്ന ദേഷ്യത്തിന് തല്ലിക്കൊല്ലാനാണോ? നോ. എന്തിനാണെന്നറിയാമോ? യേശു അവരുടെ വീട് തേടി പോകും. നിനക്കൊരിക്കലും പ്രവേശനമില്ലാത്ത ചില വീടുകളിലേക്ക്, ചില സ്ഥാപനങ്ങളിലേക്ക്, ചില വ്യക്തികളുടെ ഹൃദയത്തിലേക്ക് എൻ്റെ യേശു നടന്ന് കയറുവാൻ പോകുക. ഷബ റീദമ ഷെഖൻ. അപ്പൻ, നിനക്കവിടെ ഒരു എൻട്രൻസ് ഇല്ല, അവിടെ നിനക്ക് പ്രവേശനമില്ല. പക്ഷേ എൻ്റെ യേശു നിനക്ക് വേണ്ടി പോവും. മോനെ, മോളെ, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ യേശു ചില വീടുകളിൽ പോകൂടാ. അമ്മ, നീ ചതിക്കപ്പെടാതിരിക്കുവാൻ, നീ തലകുനിച്ച് ആ വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടാതിരിക്കുവാൻ. നിൻ്റെ അപ്പനും അമ്മയ്ക്ക് പോലും നിൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. പക്ഷേ എൻ്റെ യേശുവിന് മനസ്സിലാകുന്നുണ്ട്. നീ ആ മുറിക്കകത്ത് കരയുന്ന കണ്ണുനീർ യേശു കാണുന്നുണ്ട്. മോളെ, നീ കരയുന്ന കണ്ണുനീർ യേശു കാണുന്നുണ്ട് കേട്ടോ. നീ ചതിക്കപ്പെടുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല. സഹോദരി, നിൻ്റെ കണ്ണുനീർ എൻ്റെ യേശുപ്പൻ കാണുന്നുണ്ട് കേട്ടോ. നീ ചതിക്കപ്പെടുവാൻ എൻ്റെ യേശുപ്പൻ അനുവദിക്കത്തില്ല. ആമേൻ. ചതിച്ച് പാത്തിരിക്കുന്ന ചിലതിനെയൊക്കെ വലിച്ചിറക്കി അവരുടെ കൂടെ എൻ്റെ യേശു പോവും. ആമേൻ. യേശു കൂടെ പോകാൻ തയ്യാറായപ്പോൾ അവൻ പറയുക, ഞാൻ തിരികെ കൊടുക്കാം. ചിലർ തിരികെ തരുവാൻ പോകുക. ഇന്നലകളിൽ നിങ്ങളിൽ നിന്ന് കവരപ്പെട്ടത് അതെന്ത് തന്നെ ആയിരുന്നാലും, ഓ സ്തോത്രം, അത് വെറുതെ തരുമെന്നല്ല, 4 മടങ്ങായി. ഓ സ്തോത്രം. ഓ റിബാലമ ഷെഖനെ, ആ പൊസിഷൻ ഇന്നലകളിൽ കവരപ്പെട്ടു, അതിൻ്റെ 4 മടങ്ങ് മഹത്വമേറിയ പൊസിഷൻ എൻ്റെ ദൈവം തരുവാൻ പോകുക. 4 മടങ്ങ് വരുമാനമുള്ള ജോലി എൻ്റെ ദൈവം തരുവാൻ പോകുക. ഓ റബ്ബാലമ ഷെഖനെ, യെസ്, യേശുവിൻ 4 മടങ്ങ് മൂല്യമുള്ളത് നിനക്കെൻ്റെ ദൈവം തിരികെ തരുവാൻ പോകുക. നിൻ്റെ ഓഹരി ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഏതൊരു ഷെയർ മാർക്കറ്റിലും അത് വളരുന്നതിനേക്കാൾ വളർത്തി എൻ്റെ ദൈവം നിൻ്റെ കരങ്ങളിൽ തരുവാൻ പോകുക. ചതിച്ചവരിൽ നിന്ന്, നിന്നെ കവർന്നവരിൽ നിന്ന്, ഓ റാധാലമ ഷെഖന്, കർത്താവ് ചിലരുടെ വീട് തേടി പോവുക. ആമേൻ. കർത്താവ് ചിലരോട് സംസാരിക്കുവാൻ പോകുക. നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് ചിലരോട് സംസാരിക്കുവാൻ പോകുക. റെഡിയാണോ? ആമേൻ. തിരികെ തരുന്നത് പ്രാപിക്കുവാൻ നീ യേശുവിൻ്റെ കൂടെ നടന്നത് വെറുതെ അല്ല. ഇനിയും അകലം വിട്ട് പോകരുതേ. കൂടെ നടക്ക്. പാത്തിരിക്കുന്നവനൊക്കെ യേശു വലിച്ച് താഴെ ഇറക്കി തരും. നിൻ്റെ കണ്ണിന് കാണാത്തവനെയൊക്കെ യേശുവിന് കാണാമെന്നേ. ആഭിചാരങ്ങളിലൂടെയും ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെയും മന്ത്രവാദങ്ങളിലൂടെയും നന്മകളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും കവർന്നിട്ട് പതുങ്ങിയിരിക്കുന്നതിനൊക്കെ നിനക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ യേശുവിന് കാണുവാൻ കഴിയും. വലിച്ച് താഴത്തിറക്കി തരും. നിൻ്റെ തലമുറയുടെ വിവാഹം നടക്കാതെ ഭവനത്തിനകത്ത് ഒതുക്കിക്കൂട്ടിയിട്ട്
ആമേൻ. ചെയ്യാനുള്ളത് ചെയ്തിട്ട് പാത്തിരിക്കുന്ന വെളുക്കച്ചിരിക്കുന്ന ചിലതിനുണ്ടല്ലോ, യേശു വലിച്ചു താഴെ തള്ളിയിടുവാൻ പോകുക. ചില സ്ഥാനങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് റബാഷെക്കനെ റെഡിയാണോ ചേർന്ന് നടക്കുവാൻ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ കവരപ്പെട്ടു ആകപ്പാടെ പ്രശ്നത്തിലാണ്, എങ്ങനെ? ഇറ്റ്സ് പോസിബിൾ. അതെ, പോസിബിളാണ്. പ്രൈസർ ഫാമിലിക്കൊപ്പം ഏതവസ്ഥയിൽ നിങ്ങളായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം യേശുവിനൊപ്പം ചേർന്ന് നടക്കുവാനുള്ള അവസരമുണ്ട്. വചന ശുശ്രൂഷയിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി, അതെ, ഈ കവരപ്പെട്ടത് തിരികെ പ്രാപിക്കുവാൻ, പാത്തിരിക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ വിളിച്ചോ. നിങ്ങളുടേത് മാത്രമായ വിഷയത്തിന് വേണ്ടി. ഞാൻ ആവർത്തിച്ച് പറയാം, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഏത് സാഹചര്യത്തിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തോ. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യങ്ങൾ മറക്കണ്ട. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ച് പ്രൈസ് ചർച്ച് കുടുംബത്തിലെ അംഗങ്ങളായി കൂടിക്കും. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30-നും 8:30-നും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിങ്കിലേക്ക് എന്ന പ്രതിദിന വചന സന്ദേശമുണ്ട്. നമ്മൾ പ്രാർത്ഥനയോടെ വചന ശുശ്രൂഷയിൽ ഒരു ദിവസം ആരംഭിക്കും. വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയുണ്ട്. സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു. ബ്ലെസ്സിങ് ആയിരിക്കും. ജോയിൻ ചെയ്ത് നോക്ക്. വെള്ളിയും ശനിയും സഭയുടെ മീറ്റിങ്ങുകൾ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:30 മണി മുതൽ ഉപവാസം, ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ലൈവ് സ്ട്രീമുണ്ട്. ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കും. സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നേരിട്ടും കടന്നു വരാം. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ സഹോദരിമാരുടെ മീറ്റിംഗ് സഭയിൽ വെച്ചുണ്ട്. എവിടെ വെച്ചെന്നോ? സഭ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. വൈകുന്നേരം 3 മണി മുതൽ കാട്ടാക്കടയ്ക്ക് സമീപം നമ്മുടെ ഒരു പുതിയ പ്രവർത്തനമുണ്ട്. കോൺടാക്ട് ചെയ്തിട്ട് കടന്നു വരിക. നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവെ, നല്ല ദൈവമേ, ഒപ്പമായിരിക്കുന്ന ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച വചനം പോലെ അപ്പോൾ ഇവരിൽ നിന്ന് പലതും കവർന്ന് വാത്തിരിക്കുന്നവരെ അവർ വാത്തിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് വിളിച്ചിറക്കി അവരോട് കൂടെ പോയി ഇവരിൽ നിന്ന് കവരപ്പെട്ട നന്മകളെ, സന്തോഷങ്ങളെ, അനുഗ്രഹങ്ങളെ, അനുഭവങ്ങളെ അങ്ങ് തിരികെ നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ, തൊഴിലിടത്തിൽ ഇവരുടെ നഷ്ടങ്ങൾ നികരപ്പെടട്ടെ. ജോലിയില്ലാതെ കരഞ്ഞ നാളുകൾക്ക് അറുതി ഉണ്ടാകട്ടെ. പുതിയ ജോലികൾക്കായുള്ള കാത്തിരിപ്പിന് അറുതി വരട്ടെ. നല്ല ജോലികളെ നൽകി മാനിക്കണം. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹവുമായി തീരട്ടെ. ഇവർ പ്രാപിച്ചവരായി മാറട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, ഇതവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും ദിവസമായി തീരട്ടെ. സ്വർഗം ഇവരോട് കൂടിയിരിക്കണമേ അപ്പാ. യേശുവേ, അങ്ങ് മനസ്സലിയണമേ കർത്താവേ. ഓറി ധബ ഷേഖനെ റാഥൂറിയ. രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങ് സൗഖ്യമാക്കണം. എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. യെസ്, ജന്മനാലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. സ്വർഗം കൂടിയിരിക്കണം. മദ്യപാനികൾ സൗഖ്യമാകട്ടെ. മദ്യപാന മുഖാന്തരം വന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ. ലഹരികളുടെ ഉപയോഗങ്ങളിൽ നിന്ന് ജനം പുറത്തു വരട്ടെ. കുടുംബങ്ങൾക്കകത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. സംശയരോഗങ്ങൾ മാറിപ്പോകട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ശത്രു കവർന്നെടുത്ത കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ തിരികെ വരട്ടെ. ഭർത്താവ് തിരികെ വരട്ടെ. ഭാര്യ തിരികെ വരട്ടെ. മക്കൾ തിരികെ വരട്ടെ. മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. തലമുറകളുടെ മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. വിദേശങ്ങളിലായിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. നന്മകൾ ഒരുങ്ങപ്പെടട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. വിസിറ്റിംഗ് വിസ മാറി വർക്ക് വിസകളായി മാറട്ടെ. യെസ്, താങ്ക് യു ലോർഡ്. OET, IELTS, പ്രോമെട്രിക് എക്സാമുകൾ എഴുതിയായിരിക്കുന്നവർ നല്ല റിസൾട്ട് നൽകണമേ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ഇതുവരെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമമഹത്വത്തിനായി ഇവരെ പ്രയോജനപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിച്ചാൽ മാത്രം പോരാ. പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. ദൈവം വെച്ചാൽ നാളെ പോലെ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.